എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വിവേക് സി നാട്ടിലേക്ക് പോകുന്ന രംഗങ്ങളാണ് എല്ലാവരും കണ്ടത്. എന്നാൽ ഈ വീഡിയോയിൽ വിവേക് സി നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഏകദേശം ഒരാഴ്ചയായി അവൻ തിരിച്ചെത്തിയിട്ട് എൻ്റെ മടി കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ വൈകി. നടന്നു പോവുകയാണ്. എങ്ങോട്ടേ തോന്നുന്നു എന്തായാലും വിഷ്ണു പറഞ്ഞത് ഞാൻ അതേപോലെ കേട്ടിട്ടുണ്ട്. ഈ ക്ലിപ്പ് ഞാനത് ഒഴിവാക്കിയതേ ഇല്ല. പതിവ് പോലെ ഞാനും വിഷ്ണുവും ഈവനിങ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രിയിൽ വിവേക് സി ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ക്രിസ്മസ് ഡെക്കോറിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പ് കണ്ടത്. കൗതുകം തോന്നിയിട്ട് ഞങ്ങൾ അതിൽ കയറി. എന്തായാലും എല്ലാവരും വ്ലോഗ് കാണാൻ വേണ്ടി കയറിയതല്ലേ, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങളും അത് കണ്ടോളൂ. ഇത്തവണത്തെ ക്രിസ്മസിന് വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചില്ല. ഒന്നും മേടിക്കാനാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്ത് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷായി വിവേക് സി വരാൻ വേണ്ടിയിട്ട് ഏകദേശം വെളുപ്പിന് 2 മണിയാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്തായാലും ഞങ്ങൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാനും വിഷ്ണുവും കൂടെ രാത്രി നടക്കാൻ ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയതാണ്. ഉറക്കം മാറ്റാനായിട്ട് ഞങ്ങൾ അവിടുന്ന് ബാർബിക്കാനൊക്കെ മേടിച്ച് കുടിച്ചോണ്ടാണ് കേട്ടോ വഴി കൂടെ നടന്നു പോണത്. ബാർബിക്കാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വിഷ്ണു അതിന് വേണ്ടിയിട്ട് അടിയാണ് കേട്ടോ. ഫൈനലി 2 മണി പറഞ്ഞിട്ട് കൃത്യം 3 മണി ആയപ്പോൾ തന്നെ ലേറ്റസ്റ്റ് വിവേക് സി ഇവിടെ റീച്ചായി. നാട്ടിൽ നിന്നുള്ള പെട്ടിയെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഞാനും വിഷ്ണുവും കൂടെ താഴത്തേക്ക് അവനെ കൂട്ടാൻ പോവാണ്. കാണുവാനില്ല പക്ഷെ ഇതെന്തത്? താങ്ക് യു. ഇത്രയേ ഉള്ളൂ? ബാക്കി പെട്ടികളൊക്കെ ഇവിടെ നോക്കട്ടെ. ശരിക്കും കാട്ടുമാക്കാനല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല രസമുണ്ടായിരുന്നോ? സോ ഞാനിവേ കയ്യും കുത്തിക്ക. ഇത് ഞാൻ വീഡിയോ എടുക്കണം നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ. ബ്ലഡി ഫുൾ അവിടെ ഇരുന്നിട്ടെങ്ങാണ്ട് പൊളിക്ക്. വിവേക് സി വീട്ടിലെത്തിയിട്ട് ഒരു 5 മിനിറ്റ് പോലും അവന് റെസ്റ്റ് കൊടുക്കാണ്ട് പെട്ടിപ്പൊട്ടിക്ക കർമ്മത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കിടന്നു. കാരണം അതാണല്ലോ നമുക്ക് മുഖ്യം. ഇനി നമുക്ക് വിവേക് സിൻ്റെ ഉള്ളിലെ നാഗവല്ലിയെ കാണാം. ഇതുകൊണ്ട് അട ചൂടാനോ? ഈ കൊടിമരത്തിന്റെ മണമൊക്കെ അതൊക്കെ എന്നാ തുറന്ന് കാണിക്കേ. അതെന്ത് സാധനം? ഇത് കുരുമുളക്. കുരുമുളക്. ആ ഇത് ചേമ്പോ? ഇത് മാങ്ങയൊക്കെ എവിടെ നിന്ന് കിട്ടി?
നീ ഇതൊക്കെ സൗണ്ട് കൊടുക്കരുത്. സൗണ്ട് കൊടുക്കും. ഇത് വീട്ടിൽ തന്നെ കുറച്ചുണ്ടായ പഴം. പഴമോ? ചെറുപഴം. ഇത് നിനക്ക് വേണ്ടി വാഴക്കൊമ്പ്. ഞാൻ വേണ്ടി ഡബ്ബ ചെയ്താ വേറെ സൗണ്ട് വേണ്ട. ഇത് തേങ്ങ. തേങ്ങയോ? അഞ്ചാറ്. എന്തഞ്ചാറ്? ജാതിക്ക അഞ്ചാറ്. ഓക്കെ. ഇത് ചേമ്പ്. ചേമ്പിന്റെ താള്. ചേമ്പും താള്. ഓക്കെ. വീഡിയോ കൂടെ കണ്ടോ നാളെ? ഇത് ബീഫാണ്. ബീഫ് ഒലത്തിയത്. പിന്നെ ഇത് ജാതിക്ക അച്ചാറ് ഇടാൻ വേണ്ടി എടുത്തതിന്റെ ബാക്കി. പച്ച ജാതിക്ക. ഇത് നിനക്ക് തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ട് ജാതിക്ക. പച്ച ജാതിക്ക. ഇത് ചിപ്സ്. ഓക്കെ. ഇത് എന്താ? എന്തോ ലീക്ക് ആയിട്ടുണ്ടോ? മഞ്ഞപ്പൊടി മുളക് പൊടി. ഉണക്കമീൻ. എന്റെ ഉണക്കമീനോ? ഇത് കുടംപുളി. ഓ, ടൂ മച്ച് കുടംപുളി. വീട്ടിൽ വിളഞ്ഞുണ്ടായ കപ്പ. കപ്പ. പൂള. ഇത് മഞ്ഞളും മുളക്. എന്ത്? മഞ്ഞളും മുളകും. ഓക്കെ. നിന്റെ പഴയ അലക്കാനുള്ള ഡ്രസ്സുകൾ. ഇത് വെളിച്ചെണ്ണ. ഓക്കെ. ഇത് കപ്പളങ്ങ. മാങ്ങ. മാങ്ങ. അപ്പൊ അത് കപ്പളങ്ങ. കപ്പളങ്ങ. പപ്പായ. കൊടപ്പനാ? പപ്പായ. ഓക്കെ. തോരൻ വെക്കാൻ ആയിരിക്കും. തീർന്നാ? അപ്പൊ കൊടപ്പനുണ്ട് പറഞ്ഞിട്ടോ? അത് ഞാൻ എടുത്തു വെച്ചുണ്ട്. ചേമ്പ്. താള്. ഓക്കെ. കൊടപ്പൻ അതിന് മാങ്ങ. വാഴക്കൂമ്പ്. ചുണ്ട്. വാഴച്ചുണ്ട്. നമ്മുടെ അവിടെ വാഴച്ചുണ്ട്, ഇവരുടെ അവിടെ കൊടപ്പൻ. അതും കപ്പയാണോ? മിസ്ലീഡ് ചെയ്യരുത്. മുരിങ്ങച്ചപ്പ്. മുരിങ്ങയില. ഇത് ഇവിടുന്ന് ഉണ്ടായ കവറാണല്ലോ. അത് കറിവേപ്പില. കുരുമുളക് അപ്പൊ കൊറേ ഉണ്ടോ? കഴിഞ്ഞു. ഓക്കെ. ആ പെട്ടി താങ്ങി പിടിച്ചോണ്ടാ. രണ്ടുപേരും കൂടി ഈ പെട്ടി. കൊള്ളാടാ മക്കളെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും കൃതജ്ഞരായിട്ട് തന്നെ അവിടെ ഇരുന്ന് പോയി. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ട വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു സ്നേഹ ചുംബനവും കൂടി. എനിക്ക് വേണ്ട. അപ്പോൾ വിവേക് സിയുടെ ഈ കരുതലോട് കൂടിയിട്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.